പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രത്യേക CBI കോടതി വിധിക്കെതിരെ KV കുഞ്ഞിരാമനടക്കം 4 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രതികളെയും കുടുംബത്തെയും CPIM നേതാക്കൾ സന്ദർശിച്ച സംഭവം പാർട്ടി ബന്ധം തെളിയിക്കുന്നതെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം ആരോപിച്ചു. കൊലപാതകത്തിലെ കണ്ണൂർ ബന്ധം തെളിയിക്കുന്നതാണ് P. ജയരാജന്റെ ജയിൽ സന്ദർശനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് എന്നാണ് EP ജയരാജന്റെ മറുപടി. KV കുഞ്ഞിരാമനടക്കം 4 പ്രതികളെ 5 വർഷത്തെ തടവിനാണ് കൊച്ചിയിലെ പ്രത്യേക CBI കോടതി ശിക്ഷിച്ചത്. K. മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് മറ്റു 3 പേർ. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ 4 പേരും. P. ജയരാജൻ ജയിലിലെത്തി കുറ്റവാളികളെ കണ്ടതിൽ എതിർപ്പ് തുടരുന്നതിനിടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന്റെയും CH കുഞ്ഞമ്പു MLAയുടെയും നേതൃത്വത്തിൽ CPIM നേതാക്കൾ മുഖ്യപ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സന്ദർശിച്ചു. നേതാക്കളുടെ സന്ദർശനം പാർട്ടി ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകാനെന്ന ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ. ശിക്ഷ കിട്ടിയിട്ടും അതിനുശേഷം ഈ സർക്കാർ അടക്കം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ കാര്യം. തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കും വിധമാണ് CPIMന്റെ പ്രവർത്തനമെന്നും P. ജയരാജനെ ജയിലുപദേശക സമിതി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ നിരപരാധികളെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ടെന്നാണ് EP ജയരാജന്റെ മറുപടി. നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് UDF ചെയ്തത്. കേസിൽ വെറുതെ വിട്ട 10 പേരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങൾ. 24 കാസർഗോഡ്.